ഈ കഴിഞ്ഞ ദിവസം യുവാൽ നോവ ഹരാരിയുടെ AI കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ കാണുകയായിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി അത് ഏലിയൻ ഇൻ്റലിജൻസ് ആണ്. നോട്ട് ബിക്കോസ് അത് ബഹിരാകാശത്തു നിന്ന് വന്നു അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. പക്ഷേ ഫണ്ടമെൻ്റലി ഇൻ്റലിജൻസിൽ ഹ്യൂമൻ ഇൻ്റലിജൻസ് അതിനെ ഫേക്ക് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണല്ലോ. പക്ഷേ അങ്ങനെയല്ല, ഇത് എൻറ്റയർലി ഒരു പുതിയ വേർഷൻ ഓഫ് ഇൻ്റലിജൻസ് ആണ്. അതിനെ നമുക്ക് ഏലിയൻ ഇൻ്റലിജൻസ് തന്നെ വിളിക്കണം. കാരണം നമ്മൾ ഇതുവരെ കണ്ട ഇൻ്റലിജൻസ് പോലെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് AI is not artificial in this sense. So it's better perhaps to think about AI as an acronym for alien intelligence. അദ്ദേഹം ഇത് ഹൗ ദിസ് ക്യാൻ ഗോ റോങ് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ശരിവെക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന അജണ്ട. പകരം ഹരാരിയുടെ കാഴ്ചപ്പാടിൽ ഇന്ന് AI വികസിച്ചുകൊണ്ടിരിക്കുന്ന രീതികളും ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നമ്മളിതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം, അതുപോലെ വലിയൊരു ശതമാനം മനുഷ്യരും മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടാകാം. അപ്പോൾ നമ്മളെ മതങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ, ഇതെല്ലാം സത്യങ്ങളാണോ, അല്ലെങ്കിൽ ഇതിലൊക്കെ എങ്ങനെ AI കാരണം മാറ്റങ്ങൾ വരാം, AI ഒരു ഇൻ്റർപ്രറ്ററായിട്ട് മാറിയാൽ AI നമ്മളെന്ത് കാണണം, കേൾക്കണം, നമ്മളെന്ത് മനസ്സിലാക്കണം എന്നുള്ളതിനെയൊക്കെ ഡിസൈഡ് ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിധങ്ങൾ, ഇതൊക്കെ അദ്ദേഹം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നരേറ്റ് ചെയ്തു. അപ്പോൾ ആ നരേറ്റ് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി സമ്മറൈസ് ചെയ്തു തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന ഗോൾ എന്ന് പറയുന്നത്. ഞാൻ ടു സ്റ്റാർട്ട് വിത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും AI ഒരു ടൂളാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എന്താ, ടൂൾ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ഒരു ഹാമർ നമ്മുടെ കയ്യിലുണ്ടാവുന്ന പോലെ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ആണി അടിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെയൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറലി നമ്മുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്കുള്ള ഒരു എഫിഷ്യൻസി, ബേസിക്കലി ടൂൾ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ AI കാണുന്നത്. പക്ഷേ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേഷൻ അല്ല, അല്ലെങ്കിൽ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ അല്ല എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് AI ഈസ് ആക്ച്വലി ഏജൻസി. AI does not mean automation. AI means agency. എന്താണ് ഏജൻസി എന്ന് ചോദിച്ചാൽ, ഏജൻസി എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം നമുക്ക് സ്വയം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടല്ലോ. വാട്ട് ഈസ് മൈ ഏജൻസി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും എനിക്ക് വേണ്ടി എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ശേഷിയൊക്കെ എൻ്റെ ഏജൻസിയാണ് എന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI അതിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. കാരണം AI ടൂളല്ല. ജസ്റ്റ് ലൈക്ക് ഹാമറിന് സ്വന്തമായിട്ട് എന്ത് തീരുമാനിക്കാൻ പറ്റുന്നില്ല, എവിടെ ആണി അടിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ആണി അടിക്കുന്നതിൽ പുതിയ പാറ്റേണുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹാമറിന് സ്വയം കണ്ടെത്താൻ കഴിയാത്ത പോലെ. കാരണം ഹാമർ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു മനുഷ്യനെ വെച്ചിട്ട് തന്നെയാണ്. മിക്കപ്പോഴും നമ്മൾ AI മനസ്സിലാക്കുന്നത് ഈ ഹ്യൂമൻ ഫാക്ടർ എപ്പോഴും അവിടെ വേണ്ടി വരും എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ AI മനസ്സിലാക്കുന്നത് AI ഈസ് ഈക്വൽ ടു ഓട്ടോമേഷൻ എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മളൊരു എസ്പ്രസോ മെഷീനിൽ, ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ എക്സാമ്പിളാണ്, എസ്പ്രസോ മെഷീനിൽ നമ്മൾ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ കോഫി വരും. അതാണ് ആക്ച്വലി ഓട്ടോമേഷൻ. അതായത് നമ്മളിവിടെ നിൽക്കുന്നു, ആ ബാക്കിയുള്ള പ്രോസസ്സ്, കോഫി ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമുക്ക് കോഫി ലഭിക്കുന്നു. ഇത് ഈസിയാണ്. ബട്ട് ദെൻ ഇത് ഏജൻസി ആവുന്ന രീതി എപ്പോഴാണെന്നറിയോ, നമ്മൾ നിരന്തരമായിട്ട് കോഫി ഉണ്ടാക്കുന്ന പാറ്റേണുകൾ ആ മെഷീൻ പഠിക്കുന്നു, എന്നിട്ട് ആ മെഷീൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എപ്പോഴാണ് കോഫി വേണ്ടത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ മെഷീൻ ഒരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസുള്ള പുതിയ ഫ്ലേവറുകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ആക്ച്വലി അത് ഏജൻസിയിലേക്ക് മാറി. അതായത് നമ്മൾ നമുക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നതെന്ന് മാറിയിട്ട് AI നമുക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്കിതിങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കാം. ബട്ട് ദെൻ ഇവിടെ ഒരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമൻസിൻ്റെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് അത് ബയോളജിക്കലാണ്, അത് ഒരുപാട് ഇമോഷൻ ഡ്രിവൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റലിജൻസ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൊക്കെ വൈകാരികമായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു അർത്ഥമൊക്കെ വേണമല്ലോ. നേരെ മറിച്ച് AIയെ സംബന്ധിച്ചിടത്തോളം AI പാറ്റേൺ ഡ്രിവൺ ആണ്. അത് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒറ്റ ഗോളേ ഉള്ളൂ. അതിന് നമ്മളെപ്പോലെ അർത്ഥങ്ങളൊന്നും വേണമെന്നില്ല. പകരം അതിൻ്റെ ഗോൾ എന്താണോ, അതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണോ അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത് അതിനെ മാക്സിമൈസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. അത് റെലൻറ്റ്ലെസ് ആണ്. അദ്ദേഹം ആക്ച്വലി ഇതിനെ ഏലിയൻ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു റീസണാണ്. കാരണം അത് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ പാറ്റേൺ റെക്കഗ്നിഷൻ, എഫിഷ്യൻസി ആൻഡ് എന്തൊക്കെ ഫ്ലോസ് സിസ്റ്റത്തിനകത്തുണ്ടോ അതിനെയൊക്കെ അത് മാക്സിമൈസ് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന് അദ്ദേഹം നല്ല ഒരു എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്തത് 2016 ആൽഫാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമിനെ ശരിക്ക് ഡീപ്പ് മൈൻഡിൻ്റെ കമ്പ്യൂട്ടർ അന്ന് തോൽപ്പിച്ചു. ഈ തോൽപ്പിച്ച സംഭവം സിമ്പിളാണ്. ഇപ്പോൾ ചെസ്സിൽ ഗാരി കാസ്പറോവിനോ മറ്റോ ഒക്കെ AI പണ്ട് തോൽപ്പിച്ചിട്ടുണ്ട്. AI അല്ല, അന്ന് ജസ്റ്റ് കമ്പ്യൂട്ടർ തോൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണല്ലോ പറയുക. പക്ഷേ ഇതെങ്ങനെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ AI തോൽപ്പിച്ച വിധത്തിലാണ്.
അപ്പോൾ നോർമലി മനുഷ്യർ കളിക്കുന്ന രീതിയിൽ ആയിരക്കണക്കിന് വർഷമായിട്ട് മനുഷ്യർ കളിക്കുന്ന ഒരു ബോർഡ് ഗെയിമാണ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗോ മനുഷ്യർ കളിക്കുന്ന രീതി അല്ലാതെ ഇതുവരേക്കും മനുഷ്യർ കളിച്ചിട്ടില്ലാത്ത ഒരു രീതിയിൽ AI ആ ഗെയിം കളിച്ച് മനുഷ്യനെ തോൽപ്പിച്ചു എന്നാണ് അന്ന് ആക്ച്വലി സംഭവിച്ചത്, 2016 സംഭവിച്ചത്. അപ്പോൾ ഇതെല്ലാവരും ഇതിൽ നെട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഈ എമർജൻറ്റ് ബിഹേവിയറാണ്. പൊതുവിൽ നമ്മൾ AIക്ക് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ട് AI അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ AI എന്ത് ചെയ്യുന്നു? വാട്ട് ഇഫ് AI സിസ്റ്റത്തിലുള്ള ഗ്ലിച്ചുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നിയമത്തിലുള്ള പഴുതുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു കോഡഡ് എൻവിയോൺമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കോഡിലുള്ള ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ഇങ്ങനത്തെ ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതൊരു ലൂപ്പ് ഹോളാക്കി മനസ്സിലാക്കിയിട്ട് ഗെയിമിൽ ചീറ്റ് കോഡ് ഉപയോഗിക്കുന്ന പോലെ ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് മാക്സിമം എഫിഷ്യൻസി ഒപ്റ്റിമൈസേഷൻ, അതാണല്ലോ ഇതിനെ AIയെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കാനുള്ളത്. കാരണം എന്താ, AIക്ക് മീനിങ് ഇല്ല, മീനിങ് നമുക്കാണുള്ളത്, നമുക്കാണ് ജീവിതത്തിന് അർത്ഥങ്ങളുള്ളത്, വൈകാരികതയുള്ളത്. AIക്ക് ഇതൊന്നുമില്ല. AI ഒരു റെലൻറ്റ്ലെസ് എക്സിക്യൂഷൻ പാറ്റേൺ ബേസ്ഡ് ആയിട്ട് അൽഗോരിതമിക് ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ആൽഫാഗോ ഗെയിം ജയിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണെന്നാണ് ഹരാരി പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ AIക്ക് എമർജൻറ്റ് ബിഹേവിയറുകളാവാം, നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി അതിന് നിയമം വഴി കൊടുക്കാത്ത കാര്യങ്ങൾ പോലും റൂൾസ് തന്നെ ഫോളോ ചെയ്യാണ്ട് പോലും അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന് പുതിയ എമർജൻറ്റ് ബിഹേവിയറുകൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ആക്ച്വലി അതിന് എന്തൊക്കെ റൂൾ വെച്ച് കൊടുക്കണം എന്ന് പോലും ഹ്യൂമൻസിന് ആക്ച്വലി അറിയില്ല. കാരണം അതെങ്ങനെയാണ് AI എങ്ങനെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇത് ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആണ് കേട്ടോ. കാരണം AI നിലവിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് AI ഒരു ബ്ലാക്ക് ബോക്സ് ആണ് എന്നുള്ള രീതിയിൽ ഇന്ന് ആ മേഖലയിലുള്ള എല്ലാവരും പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇപ്പം നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാറ്റ് ബോട്ടുകളുടെ രൂപത്തിലുള്ള AI. ഇനി അതല്ല, നമ്മൾ റെക്കമെൻഡേഷൻ എഞ്ചിനുകളുടെ രൂപത്തിലുള്ള സോഷ്യൽ മീഡിയകളിലെ AIയെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഹരാരിയുടെ വാക്കുകളും കുറച്ച് നമ്മുടെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്ക് ഒരു പരിധി വരേക്ക് ഇത് ഭാവിയിൽ എന്തെങ്കിലും വരുന്നൊരു സാധനമല്ല. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് നമ്മുടെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരില്ലേ. കാരണം നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. കാരണം ഷോർട്ട് ഫോം കണ്ടൻറ്റുകളാണ് ഇന്നത്തെ ഏറ്റവും വലിയ അഡിക്ഷൻ എന്ന് പറയുന്നുണ്ട്. അത് കൊക്കൈനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രഗ്സ് ഉണ്ടല്ലോ, ആ ഡ്രഗുകളൊന്നുമല്ല, അതിനേക്കാൾ ഏറ്റവും വലിയ ഡ്രഗ് ഷോർട്ട് ഫോം കണ്ടൻറ്റുകളാണ്. കാരണം എന്താണ്, ഈ കണ്ടൻറ്റുകൾ നമ്മളെ എല്ലാവിധ തിങ്കിങ്ങിൽ നിന്നും നമ്മൾ ഓഫാക്കുന്നു. നമ്മൾ എന്താണോ അതിൽ കാണുന്നത് അതാണ് റിയാലിറ്റി എന്ന് വിശ്വസിക്കുന്നു. അതാണോ റിയാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാവണം എന്നില്ല. മേ ബി ഇറ്റ് ക്യാൻ, അതൊരു പോർഷൻ ആവാം, അല്ലെങ്കിൽ അതിന് മറ്റൊരു വശം ഉണ്ടാവും. പക്ഷേ മറ്റൊരു വശം ഉണ്ടാവാം എന്ന് നമ്മൾ തിങ്ക് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ തിങ്കിങ് ഓഫല്ലേ. അപ്പോൾ നമ്മളെ തിങ്കിങ് ഓഫാക്കിയിട്ട് അങ്ങനെ ഒരു സ്ലോപ്പ് മോഡിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആക്ച്വലി AIക്ക് കഴിയുന്നില്ലേ, അല്ലെങ്കിൽ AIയുടെ റെക്കമെൻഡേഷൻ അൽഗോരിതംസിന് കഴിയുന്നില്ലേ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെയോ ടിക്ടോക്കിൻ്റെയോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെയൊക്കെ അൽഗോരിതത്തിനോട് എക്സ്പ്ലിസിറ്റ്ലി ഇന്നത് ചെയ്യണമെന്നായിരിക്കില്ല അത് ഉണ്ടാക്കിയ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ എന്താണ്, അതിൻ്റെ ഗോൾ വിൽ ബി മാക്സിമൈസിങ് റിട്ടൻഷൻ. പരമാവധി ആൾക്കാർ സ്ക്രീൻ ടൈമിലേക്ക് ഗ്ലൂ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു പക്ഷേ അത് മനുഷ്യൻ്റെ എല്ലാ വൈകല്യങ്ങളെയും അതിങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന ടൈപ്പ് കണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആളിങ്ങനെ വീണ്ടും അതിൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കും. ഒരിക്കലും അയാളെ നന്നാക്കാനല്ലല്ലോ. അവിടെ എന്താണ്, അതിന് അങ്ങനത്തെ മീനിങ് ഒന്നുമില്ല. AIയെ സംബന്ധിച്ചിടത്തോളം ഇത് മൊറാലിറ്റി ഒന്നുമില്ല. ഇത് നല്ലതാണോ ശരിയാണോ, ഇയാൾ ഇതിങ്ങനെ വീണ്ടും കണ്ടുകൊണ്ടിരുന്നത് ഇത് ശരിയാണോ, ഇയാൾ ഇത്രയും ഹെയ്റ്റ് കണ്ടുകൊണ്ടിരുന്നാൽ ഇത് ശരിയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടുകൊണ്ടിരുന്നാൽ ശരിയാണോ, കുട്ടി ഇത് കണ്ടാൽ ശരിയാണോ, ഇല്ല, അങ്ങനെ ഒരു തിങ്കിങ് അപ്ലൈ ചെയ്യുന്നില്ല. കാരണം അതൊക്കെ ഹ്യൂമൻ വാല്യൂസാണ്. അപ്പോൾ ഏലിയൻ ഇൻ്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഭയങ്കര പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ, മോർ ഇൻഫോർമേഷൻ. ഇപ്പോൾ ഇന്ന് നമ്മൾ ഇൻഫോർമേഷൻ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോകത്താണുള്ളത്. പക്ഷേ മോർ ഇൻഫോർമേഷൻ നോട്ട് ഈക്വൽ ടു മോർ ഇൻ്റലിജൻസ്. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ കുറേ വായിച്ചാൽ, കുറേ കണ്ടാൽ, കുറേ കേട്ടാൽ അത് മോർ ഇൻ്റലിജൻസ് ആയിട്ട് മാറുന്നില്ല. അതുപോലെ തന്നെ മോർ ഇൻ്റലിജൻസ് ഒരിക്കലും മോർ വിസ്ഡം ആയിട്ട് മാറുന്നില്ല. കാരണം എല്ലാം ഒരുപാട് അറിയുന്ന വലിയ ഡിസിഷൻ മേക്കേഴ്സ് പോലും ഇന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ മേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ആ ഒരു റേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ റെക്കമെൻഡേഷൻ അൽഗോരിതംസ് വരെ ഒരു പരിധി വരേക്കും നമ്മുടെ ചിന്തകളെ ഓഫാക്കിയിട്ട് നമ്മളിങ്ങനെ ആ ഒരു വേൾഡിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇന്ന് ഓൾറെഡി നടക്കുന്നില്ല. ടുഡേ ഇതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുൻപോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിലേക്ക് പുള്ളി വെളിച്ചം വീശുന്നുണ്ട്. വാട്ട് ഇഫ് AI റിലീജിയസ് ടെക്സ്റ്റുകളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിലീജിയൻസ് എന്ന് പറഞ്ഞിട്ട് 2-3 എണ്ണത്തിനെ പറയുന്നുണ്ട്. Religions based on texts like Christianity, Islam and Judaism. For thousands of years, Judaism granted ultimate authority not to human beings
but to texts. ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ജുഡായിസം. അപ്പോൾ അദ്ദേഹം ഒരു ജൂ ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം റിലീജിയസ് ടെക്സ്റ്റുകളെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി പ്രീസ്റ്റുകൾക്ക് ഉണ്ടായിരുന്ന കാരണം, പുരോഹിതന്മാർക്ക് ഉണ്ടായിരുന്ന കാരണം, അവർക്ക് കാലങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷമായിട്ട് മറ്റുള്ള മനുഷ്യരുടെ മുകളിൽ ഒരു കമാൻഡിങ് പവർ ഉണ്ട്. വലിയ രീതിയിൽ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ചോദ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ മിക്കപ്പോഴും എന്തിന് ഒപ്റ്റിമൈസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ റൂളുകളേക്കാൾ ഉപരി ചിലപ്പോൾ ഒരു എറാറ്റിക് ആയിട്ടുള്ള ഒരു പ്രീസ്റ്റ് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അതിന് അവരെ ലൈഫിനെ ഒപ്റ്റിമൈസ് ചെയ്യും. കാരണം അവർ വിചാരിക്കുക എന്താണ്, നിയമങ്ങളൊക്കെ ഈ നാട്ടിലേക്കുള്ളതാണ്, മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മതത്തിൻ്റെ കെട്ടുപാടുകളിലേക്കാണല്ലോ പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇയാളെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവകോപത്തിന് ഇരയാകും. അപ്പോൾ മരണശേഷമുള്ള ജീവിതം സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് കേൾക്കണം എന്നൊക്കെ ഉണ്ടാവും. ബട്ട് ദെൻ ഇത് ഇയാൾ എനി റിലീജിയസ് ടെക്സ്റ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളും അയാളുടെ ബയാസുകൾ കൂടി ചേർത്തിട്ടായിരിക്കുമല്ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതേ കാര്യങ്ങൾ വാട്ട് ഇഫ് AI ക്യാൻ ഡു ദാറ്റ്? അപ്പോൾ AIക്ക് എല്ലാ ഹ്യൂമനേക്കാളും ഏറ്റവും കൂടുതൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിലീജിയസ് സോഴ്സുകളും പഠിക്കാൻ കഴിയും, എല്ലാ ഇൻ്റർപ്രിട്ടേഷൻസും പഠിക്കാൻ കഴിയും. അപ്പോൾ കൂട്ടത്തിൽ ഇത് പഠിക്കുന്നത് എന്താണ്, മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യാനും കൂടിയാണ്. മനുഷ്യനെ അപ്പോൾ വാട്ട് ഇഫ് AI ഒരു പുതിയ റിലീജിയൻ ക്രിയേറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ മനുഷ്യർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് പകരം AI മത പുസ്തകങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്താലോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഒരു സിനാരിയോസിനുള്ള ഒരു ഓപ്പണിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ തിങ്കിങ്ങിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കാൻ കുറച്ച് പ്രയാസമുണ്ടോ? കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇമ്മീഡിയറ്റ് ആണല്ലോ കാണുന്നത്. നമ്മൾ ഡീപ്പ് തിങ്ക് ചെയ്യുന്നില്ലല്ലോ, ഇമ്മീഡിയറ്റ് സാധനങ്ങൾ വെച്ചിട്ടല്ലേ ചിന്തിക്കുന്നത്. അപ്പോൾ വാട്ട് ഇഫ് ഒരു ജനറേഷനോ 2 ജനറേഷനോ ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാൻ തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇലോൺ മസ്ക് ഒക്കെ നന്നായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഗെയിം സിമുലേഷൻ തിയറി ഉണ്ട്. നിക് ബോസ്ട്രോം 2003 അവതരിപ്പിച്ച ഒരു തിയറിയാണ്. ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ തിയറിയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ വേ ഹ്യൂമാനിറ്റി പ്രോഗ്രസ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഗെയിമുകളുടെ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടാണ്, ഗെയിമുകളിൽ വരുന്ന പ്രോഗ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫ്യൂ 100 years ഇതൊക്കെ ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷനായി മാറിക്കഴിഞ്ഞാൽ സിമുലേഷൻസിലൂടെ ഓൾഡർ ആൻസിസ്റ്റേഴ്സിനെ സിമുലേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തിയറി ഉണ്ട്. അത് ഇങ്ങനെ പറഞ്ഞാൽ പോലെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ബട്ട് ദെൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രഷൻ ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇതില്ല എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് വേണ്ടി ഡിസിഷൻ എടുക്കുന്ന എന്തെങ്കിലും യന്ത്രത്തെ ഇതിന് മുൻപത്തെ ഏതെങ്കിലും കാലത്ത് മനുഷ്യർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ ഹാൻഡിൽ ചെയ്തിട്ട് ഒരു മനുഷ്യനും എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാലും അത് ലിമിറ്റഡ് ആയിരിക്കും എന്നാണ് ഹരാരി പറയുന്നത്. We have almost no experience with super intelligent AIs. We have just created the very first prototypes. We already know that even primitive AIs can lie, manipulate, and adopt goals and strategies that were not foreseen by the human developers. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും, ഇതിന് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വാട്ട് ഇഫ് ഇറ്റ് ആക്ട്സ് ഓൺ മണി? പണത്തിൻ്റെ മേലെ ഇത് ആക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനെക്കുറിച്ച് നല്ല രസമുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോർപ്പറേഷനുകൾ, ഇപ്പോൾ നമ്മൾ AI നമ്മളെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ എന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും AI ഒരു കില്ലർ റോബോട്ടിൻ്റെ രൂപത്തിൽ വരും എന്നൊക്കെയുള്ള അസംഷനിലാണ്. നമ്മളെ കൊല്ലാൻ വരുന്ന റോബോട്ടാണ് AI എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിച്ച് നോക്ക്, ഇപ്പോൾ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, ഇത് ഓൾറെഡി ഒരു ലീഗൽ പേഴ്സണാണ്. അതിന് പ്രസവിക്കാൻ കഴിയില്ല എന്നുള്ള ഹ്യൂമൻ പ്രശ്നങ്ങളേ ഉള്ളൂ. ബട്ട് അതിന് പുതിയൊരു കമ്പനിക്ക് പ്രസവം കൊടുക്കാം അല്ലെങ്കിൽ പുതിയ കമ്പനി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് CA-കാരൊക്കെ ഡിഫൈൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതായത് ഒരു ഹ്യൂമന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ടുള്ള കമ്പനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു അസംഷനൊക്കെ ഉണ്ട്. അപ്പോൾ വാട്ട് ഇഫ് അതിന് മുകളിൽ ഒരു മനുഷ്യൻ ഇല്ലെങ്കിലും, ഇപ്പോൾ സാം ആൾട്ട്മാനൊക്കെ പറയുന്ന 1 person $1 billion കമ്പനി എന്നുള്ള ആശയമൊക്കെ അല്ലേ, അതിന്ന് ആ ഹ്യൂമൻ ബീയിങ്ങിനെ അങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആ ഹ്യൂമൻ ബയാസ് വെച്ചിട്ട്, അതായത് മേലെ ഒരു മനുഷ്യൻ ഉണ്ടാകും എന്നുള്ള അസംഷനിലാണ്, അല്ലെങ്കിൽ ഫൈനൽ അതോറിറ്റി ഹ്യൂമൻസ് ആയിരിക്കും എന്നുള്ളൊരു അസംഷൻ എന്നാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഫുള്ളി ഓട്ടോണമസ് ആയിട്ടുള്ള സ്വന്തമായിട്ട് ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന AI-കൾ ഉണ്ടായേക്കാം. AI-കൾക്ക് എന്താണ്, ആകെ പാറ്റേൺ റെക്കഗ്നിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് വെച്ചിട്ടുണ്ടാക്കിയ റൂളുകൾ, അതിലൊക്കെ റൺ ചെയ്യപ്പെടുന്ന ഗവൺമെൻറ്റുകൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന മിലിറ്ററി ഡിസിഷൻസ്, മിലിറ്ററി സ്ട്രാറ്റജീസ്, ഇതൊക്കെ AI-ക്ക് ഹാക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ആൻഡ് ഈ ജസ്റ്റ് ലൈക്ക് നമ്മൾ ചെസ്സൊക്കെ കളിക്കുമ്പോൾ പറയില്ലേ, ഒരു സാധാരണ ചങ്ങാതി ചെസ്സ് കളിക്കുകയാണെങ്കിൽ അടുത്ത 2-3 നീക്കങ്ങളൊക്കെ ആയിരിക്കും അയാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ബട്ട് ദെൻ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ ചങ്ങാതി കളിക്കുമ്പോൾ അയാൾക്ക് ആ എൻറ്റയർ സിനാരിയോ ചിലപ്പോൾ തിങ്ക് ത്രൂ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. 10 സ്റ്റെപ്പോ 20 സ്റ്റെപ്പോ ഒക്കെ ഹെഡായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ നിലയ്ക്ക് AI-ക്ക് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മേലേക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ, ഇന്ന രീതിയിൽ കൊടുത്താൽ അവർ ഇന്ന രീതിയിൽ ചെയ്യും. ഇങ്ങനെ ഒരു 10, 20, 30, 40
50 ഈവൻ 100 ലെവലിലൊക്കെ സിമുലേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ സിനാരിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നോട്ട് ബിക്കോസ് എ ഐക്ക് എന്താ പറയുക അഹന്ത ഉണ്ടായതുകൊണ്ടോ എ ഐക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തൊന്നുമല്ല, ജസ്റ്റ് ബിക്കോസ് പാറ്റേൺസ് ഒപ്റ്റിമൈസേഷൻ എഫിഷ്യൻസി. അപ്പോൾ അതിൻ്റെ ഗോൾ എന്താണോ ആ ഗോളുകൾക്ക് വേണ്ടി അത് ഒപ്റ്റിമൈസ്ഡ് ആയിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിന് ഹ്യൂമൻ ഏജൻസിയെ കട്ട് ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ കഴിവുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചാണ് യുവാൽ നോവ ഹരാരി നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത്രയും പറഞ്ഞതെന്ന് കുറേയൊക്കെ ഫിലോസഫിക്കലാണ്, കുറേയൊക്കെ നമുക്ക് ഫുള്ളി ഇപ്പം ഞാൻ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിനെ വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് സ്വന്തം കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിൽ ലോകം ഏത് ദിശയിലേക്കാണ് പോകുന്നത്, എങ്ങനെയൊക്കെ പോകണം എങ്ങനെയൊക്കെ പോകരുത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ദിശാബോധം അദ്ദേഹം നൽകുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ ഐ മനുഷ്യരെ പോലെ ചിന്തിക്കോ എന്നുള്ളതായിരിക്കില്ല ഭാവിയിലെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത്. പകരം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഡേഞ്ചർ വിൽ ബി മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും മനുഷ്യർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാനും ചിന്തിക്കാനും ഒക്കെ മറ്റൊരു സോഴ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ഉണ്ടാവുക. ഇറ്റ് ക്യാൻ ബി നെയിംഡ് ആസ് എ ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഏലിയൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സിനാരിയോ ഇന്ന് ലോകത്തുണ്ടാവുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ അതിലേക്ക് ഇങ്ങനെ വഴുതി വീണുകൊണ്ടിരിക്കുക. നമ്മളെ നിയന്ത്രിക്കുന്ന നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന സിസ്റ്റംസ് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ഫോൺ നമുക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാപ്പ് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഓഫീസിലേക്കല്ലേ പോകുന്നത്, റൂട്ട് ഇതല്ലേ എന്ന് ചോദിക്കുന്നില്ലേ? അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് ചുറ്റും വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഹ്യൂമൻ എന്നുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഹ്യൂമനെ ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിച്ച ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് എന്തായിരിക്കും എന്നുള്ള ചോദ്യം അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ റേസ് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. പുള്ളി അതിനെക്കുറിച്ചും കൂടെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് അമേരിക്ക വാണ്ട് ടു ബിൽഡ് ദിസ് ബിക്കോസ് അല്ലെങ്കിൽ ചൈന ബിൽഡ് ചെയ്യും, ചൈന വാണ്ട്സ് ടു ബിൽഡ് ദിസ് ബിക്കോസ് അല്ലെങ്കിൽ അമേരിക്ക ചെയ്യും. ഇനി ഇവർ രണ്ട് കൂട്ടർ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ആപ്പിൾ ഗൂഗിൾ പോലത്തെ വലിയ വലിയ കോർപ്പറേറ്റുകൾ എന്താണ് അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഭയന്നിട്ട് അവരിത് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ആ റേസിലാണ്. കാരണം എന്താ, മനുഷ്യരെ പരസ്പരം വിശ്വാസമില്ല, ബട്ട് ദെൻ ദേ ആർ ബിലീവിങ് ഇൻ ദ സിസ്റ്റംസ് ദേ ബിൽഡ്. അപ്പോൾ അവരുണ്ടാക്കുന്ന എ ഐനെ അവർക്ക് ട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അവർ മറ്റുള്ളവരെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ബട്ട് ദെൻ ഇത് എപ്പോഴും ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിരിക്കണം എന്നില്ല ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇനി കുറച്ച് ഇൻ്റർപ്രിട്ടേഷൻസ് ഞാൻ നിങ്ങൾക്ക് വിട്ടു. ഇനി ഇതിൽ ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ് ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചിന്തകൾ ഇതിൻ്റെ പിറകിൽ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ 1-2 റീഡിങ്സ് പറയാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ശരിയാണ്, ഷോർട്ട് ഫോം കണ്ടൻറ്റുകൾ വലിയ ഡ്രഗാണ്. പലപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചതാണ് നമ്മൾ എവിടെയൊക്കെ നമ്മളങ്ങനെ തിങ്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നത്, എവിടേക്കാണ് നമ്മുടെ ഏജൻസി നമുക്ക് നഷ്ടമാവുന്നത്, സമയം പോലും അറിയാതെ നമ്മളിങ്ങനെ സ്ക്രോളിങ്ങിൽ കുടുങ്ങി പോകുന്നുണ്ടെങ്കിൽ, ലൂപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വേറെ ആരോ ഡിസിഷൻ എടുത്തിട്ട് ആ വീഡിയോ നമുക്ക് കാണിച്ചു തരിക എന്നുള്ളതിന് ഒരു പക്ഷേ യൂട്യൂബ് കൊടുത്തത് ഇന്ന വീഡിയോ ഇന്ന ആളെ കാണിക്കുന്നാവില്ല, പകരം അയാളുടെ അറ്റൻഷനെ അവിടെ കൂടുതൽ നേരം പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ഏജൻസി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി, എന്നെ അവിടെ ഗ്ലൂ ചെയ്യുന്ന എ ഐ അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് സ്റ്റെപ്പിംഗ് ബാക്ക്, ഷോർട്ട് ഫോം കണ്ടൻറ്റുകൾ കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കണം എന്ന് തീരുമാനിച്ചു. അതൊരു ഡ്രഗാണ് എന്നുള്ളത് ഞാൻ കോൺഷ്യസ് ആയിട്ട് എന്നെ വീണ്ടും അലേർട്ട് ചെയ്യും. 2, ഡീപ്പ് തിങ്കിങ് ചെയ്യണം. ഡീപ്പ് തിങ്കിങ് ആണ് എന്നെ ഹ്യൂമൻ ആക്കുന്നത്, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡീപ്പ് തിങ്കിങ് ചെയ്യണം. 2, റീഡിങ് കൂട്ടണം. കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ ശരിക്കും ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒരു കോർ എബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറീസിലൂടെ, നരേഷൻസിലൂടെ, ഇമോഷൻസിലൂടെയൊക്കെയാണ് ഇന്നത്തെ ലോകത്തെ കണ്ടതും ലോകത്തെ ഉണ്ടാക്കിയെടുത്തതും ഒക്കെ. പക്ഷേ ഇനിയുള്ള ലോകക്രമത്തിൽ നമുക്കിത് മതിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടേതല്ലാത്ത ഒരു ഇൻ്റലിജൻസ് ലോകത്ത് വന്നെത്തിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏജൻസി ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട് എവർ ഡീപ്ലി ഹ്യൂമൻ, ഈ പറയുന്ന പോലത്തെ ക്രിട്ടിക്കൽ തിങ്കിങ് ആയാലും ഡീപ്പ് തിങ്കിങ് ആണെങ്കിലും ആ ശേഷി നമ്മളിൽ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ എ ഐ ഉപയോഗിക്കില്ല എന്നാണോ? അല്ല, എ ഐ നന്നായിട്ട് ഉപയോഗിക്കും. കാരണം എന്താണ്, എ ഐ ഉപയോഗിക്കുന്നതിൽ അതിൻ്റെ ഒരു സാക്ഷരതയുണ്ടല്ലോ. ശരിക്കും ഇന്നത്തെ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കൈൻഡ് ഓഫ് നെഗോഷിയേഷൻ വിത്ത് എ ഐ ആണ്. കാരണം എ ഐയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ ഐയോട് നെഗോഷിയേഷൻ നടത്തുന്നതാണ്. നോട്ട് ബിക്കോസ് നമ്മൾ എ ഐയെ കൺട്രോൾ ചെയ്യാന്നില്ല, എ ഐ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. എ ഐ ഈസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ എവരി ഡേ എന്നുള്ള ഒരു പെർസെപ്ഷൻ. അപ്പോൾ എ ഐ നന്നായിട്ട് കൈകാര്യം ചെയ്യും. കാരണം എന്താണ്, എനിക്കും ഫൈനാൻഷ്യൽ ഗോൾസ് ഉണ്ട്, ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എ ഐ ക്യാൻ ബി എൻ എനാബിളർ. എന്നാൽ എ ഐയുടെ ശേഷികളെക്കുറിച്ച് വ്യക്തമായ ബോധത്തോട് കൂടിയിട്ട് എ ഐ നമ്മളെ ഹാക്ക് ചെയ്യുന്ന ഏതെല്ലാം രീതിയിൽ ഇന്നത്തെ സിസ്റ്റത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകൾ അത് നിയന്ത്രിക്കുന്നുണ്ടോ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും ഞാൻ എടുക്കുന്നുണ്ടാവുക. ഐ സജസ്റ്റ് യു ആൾസോ തിങ്ക് ഫോർ യുവർ സെൽഫ്
ഞാൻ പറഞ്ഞൊന്നുമല്ല എടുക്കേണ്ടി, പകരം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളൊരു ചിന്ത കൊടുക്കും. ഹരാരിയുടെ വ്യൂ പോയിന്റുകൾ ഈ വിഷയത്തിൽ ഒരു പെസിമിസ്റ്റിക് ടോണിലാണ് ജനറലി അദ്ദേഹം AI കാണാറുള്ളത് എന്നുണ്ടെങ്കിലും അതിന് അദ്ദേഹത്തിന് എംപെരിക്കലായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് കോട്ട് ചെയ്യാൻ പറ്റും. സ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് ചരിത്രത്തിൽ കണ്ടത് വെച്ച് മാത്രം നമുക്കിതിനെ വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് അദ്ദേഹം ജിയോ പൊളിറ്റിക്സ് ഒക്കെ കൂട്ടി കലർത്തുന്നുണ്ട്. ദെൻ യു വിൽ ഗെറ്റ് എ ബെറ്റർ പിക്ചർ. അപ്പോൾ ട്രൈ ടു തിങ്ക് ഫോർ യുവർ സെൽഫ്. AI കാലത്ത് മനുഷ്യനായിരിക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഡീപ്പ് തിങ്കിങ്ങിനുള്ള എബിലിറ്റി ആയിരിക്കും. ട്രൈ ടു attain that, try to manage it, try to maximize it.